സോ ഗൈസ്, ബിഗ് ബോസ് മലയാളം സീസൺ 6 രണ്ടാഴ്ചകളായി. ഈ ഒരു സ്റ്റേജിൽ 19 കണ്ടസ്റ്റൻസ് എത്തിയതിൽ രതീഷ് എവിറ്റ് ആയതിനു ശേഷം 11 കണ്ടസ്റ്റൻസിൽ പ്രേക്ഷകർക്ക് പ്രതീക്ഷകൾ നൽകുന്ന ഒരു ടോപ്പ് 5 നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ആരെയും റാങ്കിംഗ് ഒന്നും ചെയ്യുന്നില്ല. കാരണം അതിനുള്ള പ്രകടനമൊന്നും ആരും തന്നെ നടത്തുന്നില്ല. അതുകൊണ്ട് ഈ 2 ആഴ്ചകളിലെ പ്രകടനത്തിൽ ടോപ്പ് 5ൽ നമുക്ക് പറയാൻ കഴിയുന്ന 5 കണ്ടസ്റ്റൻസിന്റെ പേരാണ്. പ്രേക്ഷകരുടെ അഭിപ്രായത്തിൽ മറ്റൊരു ടോപ്പ് 5 ഉണ്ടെങ്കിൽ അതൊന്ന് കമന്റിലിടുക. അപ്പോൾ നമുക്ക് നോക്കാം. ജിൻഡോ കഴിഞ്ഞ ആഴ്ചയിൽ ഒന്നും പിക്ചറിലില്ലാത്തൊരു കണ്ടസ്റ്റന്റ് ആണ് ജിൻഡോ. ബിഗ് ബോസ് മെറ്റീരിയൽ ആണോ എന്ന് പോലും തോന്നിപ്പിക്കുന്ന പ്രകടനമായിരുന്നു ആദ്യ ആഴ്ചയിൽ. മൊത്തത്തിലൊരു മണ്ടൻ പ്രകടനങ്ങൾ, നേരെ ചൊവ്വേ സംസാരിക്കാൻ പോലും അറിയാത്ത രീതിയിലായിരുന്നു കാര്യങ്ങൾ. എന്നാൽ 2ാം ആഴ്ചയിലേക്ക് കടന്നപ്പോൾ കുറെ മാറ്റങ്ങൾ വന്നു. പിൻനിരയിൽ നിന്നും മുൻനിരയിലേക്ക് വന്നു. ഫിസിക്കൽ ടാസ്കുകളിലൊക്കെ മികവ് കാണിച്ചു. ഈ ആഴ്ചയിലെ പവർ റൂം ടാസ്കിൽ ടണൽ ടീം വിജയിച്ചതിൽ മുഴുവൻ ക്രെഡിറ്റും ജിൻഡോയ്ക്ക് തന്നെയാണ്. അതുപോലെ പുള്ളിയുടെ സംസാര രീതിയും മാറി വരുന്നുണ്ട്. വളരെ കണ്ണിങ് ആയി കാര്യങ്ങൾ നോക്കിക്കാണുന്നുണ്ട്. ഗെയിം കളിക്കാനുള്ള ശ്രമങ്ങളും നടത്തുന്നുണ്ട്. അടുത്തത് ടോപ്പ് 5ൽ പറയുന്നത് അപ്സരയുടെ പേരാണ്. അപ്സരയും ആദ്യ ആഴ്ച പ്രതീക്ഷ അർപ്പിക്കാൻ പറ്റുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണെന്ന് ഒരു സൂചന പോലും നൽകിയിരുന്നില്ല. മാക്സിമം ബിഗ് ബോസ് ഹൗസിൽ ന്യൂട്രലായി പിടിച്ചു നിൽക്കുക, അങ്ങനെ ഒരു കണ്ടസ്റ്റന്റ് അത്രയേ കരുതിയുള്ളൂ. എന്നാൽ ക്യാപ്റ്റൻസി ടാസ്കിൽ വിജയിച്ചത് മുതൽ അപ്സരയുടെ ഫയർ ശരിക്കും കാണാൻ സാധിച്ചു. പ്രശ്നങ്ങളിലൊക്കെ ഇടപെടുന്നുണ്ട്, അഭിപ്രായങ്ങൾ തുറന്നു പറയുന്നുണ്ട്, ഫിസിക്കൽ ടാസ്കുകളും തനിക്ക് വഴങ്ങുമെന്ന് തെളിയിച്ചു കഴിഞ്ഞു. ഇനി ക്യാപ്റ്റൻ സ്ഥാനം മാറിക്കഴിയുമ്പോഴും ഈ ഒരു മികവ് തുടർന്നാൽ സീസൺ 6ൽ പ്രേക്ഷകർക്ക് പ്രതീക്ഷ അർപ്പിക്കാൻ പറ്റിയ ഒരു കണ്ടസ്റ്റന്റ് ആണ് അപ്സര. ഇനി പറയുന്നത് നമ്മുടെ സിജോയുടെ പേരാണ്. സിജോയും സീസൺ 6ൽ വന്ന അന്നു മുതൽ തന്റെ സ്ഥാനം കൃത്യമായി ഉറപ്പിച്ച ഒരു കണ്ടസ്റ്റന്റ് ആണ്. എവിടെ എങ്ങനെ പറയണമെന്ന് വ്യക്തമായി അറിയാവുന്നയാളാണ് സിജോ. ഗെയിമുകൾ ഇന്റലിജന്റായി കളിക്കാനുള്ള കഴിവുമുണ്ട്. സോ പ്രേക്ഷകർക്ക് തീർച്ചയായും സിജോയിൽ നിന്നും മികച്ച ഗെയിം തന്നെ സീസൺ 6ൽ പ്രതീക്ഷിക്കാം. അടുത്തത് പറയുന്നത് ഗബ്രിയുടെ പേരാണ്. നിലവിൽ ഗബ്രി മുൻനിരയിൽ നിന്നല്ല കളിക്കുന്നത്, പിന്നിൽ നിന്നും ചരടുവള്ളികൾ മാത്രമാണ്. അതുപോലെ ഫേക്ക് പ്ലേ നല്ലതുപോലെ നടത്തുന്നുണ്ട്. അതിനോടൊപ്പം ഒരു കണ്ടസ്റ്റന്റിനെ പ്രൊവോക്ക് ചെയ്യാൻ ഗബ്രിക്ക് നന്നായി അറിയാം. ബിഗ് ബോസ് സീസണുകളൊക്കെ കണ്ടുവന്ന് വെൽ പ്ലാൻഡ് ആയിട്ടാണ് ഗബ്രിയുടെ ഗെയിം. പ്രേക്ഷകരുടെ കാഴ്ചപ്പാടിൽ നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എങ്കിലും ഒരു കണ്ടസ്റ്റന്റ് എന്ന നിലയിൽ പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഈ 2 ആഴ്ചയിൽ ഗബ്രി നല്ല ഗെയിം കളിക്കുന്നുണ്ട്. ഒരു കോംബോ സംഭവങ്ങൾ മാറ്റി നിർത്തി മുന്നിലേക്ക് ഇറങ്ങി കളിച്ചാൽ സീസൺ 6ൽ മുന്നോട്ട് പോകാൻ ഗബ്രിക്ക് സാധിക്കും. അടുത്തത് നമ്മുടെ റോക്കി ബൈ ആണ്. തുടക്കം മുതൽ ആക്റ്റീവായി ബിഗ് ബോസ് ഹൗസിൽ റോക്കി ഉണ്ട്. എല്ലാം മുഖത്തു നോക്കി വെട്ടിത്തുറന്ന് പറയുന്ന ഒരാളാണ് റോക്കി. അത്യാവശ്യം പ്രശ്നങ്ങളിലൊക്കെ ഇടപെടാനും സംസാരിക്കാനും റോക്കിക്കറിയാം. ഒരു പവർഫുൾ കണ്ടസ്റ്റന്റ് എന്ന് തന്നെ പറയാം. എന്നാൽ അനാവശ്യമായ സംസാരവും പെട്ടെന്ന് പ്രൊവോക്ക് ആകുന്നതും മുന്നോട്ടുള്ള ബിഗ് ബോസ് ദിവസങ്ങളിൽ റോക്കിക്ക് നെഗറ്റീവ് ആയേക്കാം. അതൊക്കെ മാറ്റി നിർത്തിയാൽ പ്രേക്ഷകർക്ക് പ്രതീക്ഷ അർപ്പിക്കാൻ പറ്റിയൊരു കണ്ടസ്റ്റന്റ് ആണ് റോക്കി. അപ്പോൾ പ്രേക്ഷകരുടെ അഭിപ്രായത്തിൽ ആരൊക്കെ ഈ 2 ആഴ്ച കഴിയുമ്പോൾ മികവ് കാട്ടിയെന്ന് കമന്റിൽ അറിയിക്കുക.